സംവരണ ബില്ലും അതിനോടനുബന്ധിച്ചുള്ള മണ്ഡല പുനർനിർണയവും രാജ്യത്ത് വലിയ ചർച്ചയാവുകയാണ്. വോട്ടെടുപ്പിന് ശേഷമാണ് ഭരണഘടനാ ഭേദഗതി ബില്ല് ചർച്ചയ്ക്കെടുക്കാൻ ലോക്സഭ അനുവാദം നൽകിയത്. പ്രതിപക്ഷ ആവശ്യം പരിഗണിച്ചായിരുന്നു വോട്ടെടുപ്പ്. ശക്തമായ വാക്പോരാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിൽ നടത്തിയത്. അനുകൂലിച്ച് 251 പേരും എതിർത്ത് 185 പേരും വോട്ട് ചെയ്തു. ബിൽ സഭയിൽ കൊണ്ടുവന്നപ്പോൾ പ്രതിപക്ഷം ഒന്നടങ്കം എതിർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ബിൽ ചർച്ചയ്ക്കെടുക്കരുതെന്ന നിലപാടാണ് പല എംപിമാരും സ്വീകരിച്ചത്. അതിനുശേഷമാണ് വോട്ടെടുപ്പ് നിർദ്ദേശിച്ചത്. ഫെഡറൽ തത്വത്തിന് നേരെയുള്ള ആക്രമണം എന്നാണ് ബില്ലിനെ കോൺഗ്രസ് വിശേഷിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ലോക്സഭയിലെ ചർച്ചയ്ക്കിടെ കേന്ദ്രത്തിനും BJPക്കുമെതിരെ പ്രിയങ്ക ഗാന്ധി കനത്ത വിമർശനമാണ് ഉന്നയിച്ചത്. സ്വാതന്ത്ര്യത്തിന് തൊട്ടു പിന്നാലെ സ്ത്രീകൾക്ക് വോട്ടുറപ്പാക്കിയത് കോൺഗ്രസ് ആണെന്നും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ സംവരണം നടപ്പാക്കിയത് കോൺഗ്രസ് ആണെന്നും സംവരണത്തെ എതിർക്കുന്ന നിലപാടാണ് BJP അന്ന് സ്വീകരിച്ചതെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. സ്ത്രീകളുടെ ചാമ്പ്യനാകാനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നതെന്നും 2023 നയം ഇപ്പോൾ BJP ആണ് മാറ്റിയതെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. അതേസമയം വനിതാ സംവരണ ബില്ലിനോടനുബന്ധിച്ചുള്ള മണ്ഡല പുനർനിർണയത്തിൽ പ്രതിപക്ഷം തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചർച്ചയ്ക്കിടെ പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് വിഹിതം മണ്ഡല പുനർനിർണയത്തിന് ശേഷവും അതേപടി തുടരും എന്ന് അദ്ദേഹം വ്യക്തമാക്കി. UPA സർക്കാർ നടപ്പിലാക്കിയ മണ്ഡല പുനർനിർണയ നിയമമാണ് തങ്ങളും പിന്തുടരുന്നത്. മണ്ഡല പുനർനിർണയ ചട്ടങ്ങൾ നടപ്പിലാക്കിയത് UPA സർക്കാരാണ്. UPA സർക്കാരിന്റെ കാലത്താണ് ചട്ടങ്ങൾ പാസാക്കിയത്. രാജ്യത്തെ ജനാധിപത്യം അവസാനിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും അതിനുള്ള അധികാരം ആർക്കുമില്ലെന്നും അമിത്ഷാ പറഞ്ഞു. അതേസമയം വനിതാ സംവരണ ബിൽ ഭേദഗതിയെ എതിർക്കുന്നവർക്ക് ഒരുപാട് കാലം രാജ്യത്തെ സ്ത്രീകൾ മാപ്പ് നൽകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബില്ലിന്റെ ക്രെഡിറ്റ് തനിക്ക് വേണ്ടെന്ന് പറഞ്ഞ നരേന്ദ്രമോദി സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ലോക്സഭയിലുള്ള സീറ്റ് അനുപാതം അതേപടി നിലനിർത്താം എന്ന് ഉറപ്പു നൽകി. എന്നാൽ ഭരണഘടനയെ ഹൈജാക്ക് ചെയ്ത് സംസ്ഥാനങ്ങളുടെ അവകാശം ഇല്ലാതാക്കുകയാണ് ഈ സർക്കാരെന്ന് പ്രതിപക്ഷം തിരിച്ചടിച്ചു. മണ്ഡല പുനർനിർണയ നീക്കത്തിൽ പ്രതിഷേധം കടുപ്പിക്കാൻ DMKയും ആഹ്വാനം ചെയ്തു. സംസ്ഥാന വ്യാപകമായി കരിങ്കൊടി പ്രതിഷേധം നടത്തും. എല്ലാ വാർഡ് ബൂത്ത് തലത്തിലും കറുത്ത കൊടി ഉയർത്തും. 3 ദിവസത്തെ പ്രതിഷേധത്തിനാണ് ആഹ്വാനം. അടുത്ത 3 ദിവസം എല്ലാ വീടുകളിലും കടകളിലും വ്യവസായശാലകളിലും പ്രതിഷേധം സംഘടിപ്പിക്കും. ബില്ലിന്റെ പകർപ്പ് സ്റ്റാലിൻ കത്തിച്ചു. ചെന്നൈയിൽ മുഖ്യമന്ത്രിയുടെ വസതിയിലും കറുത്ത കൊടി ഉയർത്തി. നാമക്കലിൽ കറുത്ത ഷർട്ട് ധരിച്ച് സ്റ്റാലിൻ കറുത്ത കൊടി ഉയർത്തി. തമിഴ് ജനതയെ സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളാകാൻ അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തിനെതിരായ തമിഴ്നാടിന്റെ പ്രതിഷേധ ജ്വാലയിൽ ദില്ലി കീഴടങ്ങി. ദ്രാവിഡ മണ്ണിൽ ഇപ്പോൾ ഉയർന്ന പ്രതിഷേധം BJPയുടെ അഹന്തയെ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വനിതാ സംവരണ ബില്ലിനോട് 100% യോജിപ്പെന്ന് ചന്ദ്രബാബു നായിഡു പറഞ്ഞു. മണ്ഡല പുനർനിർണയവും ജനസംഖ്യയും ബന്ധപ്പെടുത്തരുത് എന്നാണ് നിലപാട്. ഇപ്പോഴത്തെ ബില്ലിൽ മണ്ഡലങ്ങൾ പകുതി കൂട്ടുന്നതിനെ സ്വാഗതം ചെയ്യുന്നു. തെക്കേ ഇന്ത്യയുടെ പ്രാതിനിധ്യം മാറാതിരിക്കാൻ ഇതാണ് വഴി. വടക്കേ ഇന്ത്യയിൽ സീറ്റുകൾ കൂട്ടുന്നത് ഒരു പാർട്ടിയെ മാത്രം സഹായിക്കും എന്ന വാദം അടിസ്ഥാനരഹിതമാണെന്നും നായിഡു കൂട്ടിച്ചേർത്തു.